ഇന്ന് ലോക എയ്ഡ്സ് ദിനമാണ്. ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും വിവരങ്ങളും കണക്കുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരളത്തിൽ കൗമാരക്കാർക്കും യുവാക്കൾക്കും ഇടയിൽ HIV വ്യാപനം കൂടുന്നതായി കണക്കുകൾ. 2025 പുതുതായി കണ്ടെത്തിയ രോഗികളിൽ 15%, 15 വയസ്സിനും 24 വയസ്സിനും ഇടയിലെന്ന് ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. കേരളത്തിലെ രോഗികളിൽ 62% പേരിലും HIV അണുബാധ ഉണ്ടായത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയെന്നും റിപ്പോർട്ടുണ്ട്. രോഗികളായ സ്ത്രീകളിൽ 90% ഗർഭിണികൾ ആണെന്നതും ഞെട്ടിപ്പിക്കുന്നു. എറണാകുളം, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് HIV ബാധിതരിൽ ഒന്നാമതായി മുന്നിട്ട് നിൽക്കുന്നത്. ആരോഗ്യരംഗത്ത് കേരളം ഏറെ മുന്നിലെന്ന് അവകാശപ്പെടുമ്പോഴാണ് എയ്ഡ്സ് എന്ന രോഗം ഇപ്പോഴും ഉന്മൂലനം ചെയ്യാൻ നമുക്കാകുന്നില്ല എന്ന് കണക്കുകൾ തെളിയിക്കുന്നത്. ദേശീയാടിസ്ഥാനത്തിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ രോഗികൾ കുറവാണെങ്കിലും അണുബാധയുടെ വ്യാപനം തടയാൻ നമുക്ക് ഇന്നും കഴിയുന്നില്ല എന്നത് ആശങ്കപ്പെടുത്തുന്നു. പുതുതായി രോഗബാധയുണ്ടാകുന്നവരിൽ കൗമാരക്കാരും യുവാക്കളും കൂടുതലായി ഉൾപ്പെടുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ്. 15-നും 24-നും ഇടയിൽ പ്രായമായ HIV ബാധിതർ കേരളത്തിൽ കഴിഞ്ഞ 4 വർഷമായി വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ കേരളത്തിൽ പുതുതായി കണ്ടെത്തിയ രോഗികൾ 4500-ഓളം ഉണ്ട്. ഇവരിൽ 62.6% പേരും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ രോഗബാധിതരായവരാണ്. സ്ത്രീകളായ രോഗികളിൽ 90% പേരും ഗർഭിണികളാണ് എന്നതും ഞെട്ടിപ്പിക്കുന്നു. കേരളത്തിൽ ഇതിന്റെ ഈ രോഗം പകരുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതലാണെന്ന് നാം മനസ്സിലാക്കുന്നു. HIV അണുബാധിതരായിട്ടും അതറിയാതെ അനേകം പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. HIV അണുബാധ ഉണ്ടായാലും വർഷങ്ങളോളം യാതൊരു പ്രകടമായ ലക്ഷണങ്ങൾ കാണിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ അണുബാധയായിട്ടുള്ളവരിൽ 95% വ്യക്തികളെങ്കിലും അവരുടെ HIV സ്റ്റാറ്റസ് അറിയുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം നിറവേറ്റേണ്ടത്. അണുബാധ കണ്ടെത്തിയവരിൽ 95% വ്യക്തികളെങ്കിലും ചികിത്സ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. രാജ്യത്ത് 25 ലക്ഷം ആളുകളാണ് HIV ബാധിതരായിട്ടുള്ളത്. 2024 മാത്രം 63,000 അണുബാധിതരെ കണ്ടെത്തി. കേരളത്തിൽ 38,300 പേർ HIV ബാധിതരാണെന്ന് കണക്കാക്കപ്പെടുന്നു. 2022 മുതൽ കേരളത്തിലെ കണക്കുകൾ പരിശോധിച്ചാൽ പുതുതായി രോഗം കണ്ടെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. രോഗത്തെക്കുറിച്ചുള്ള കൃത്യമായ അവബോധമുണ്ടെങ്കിലും കേരളത്തിൽ അതിഥി തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്നതും യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം വ്യാപിക്കുന്നതും HIVയുടെ ജാഗ്രത കൈവിട്ടു പോകാൻ കാരണമാകുന്നു. ജില്ലാടിസ്ഥാനത്തിൽ എറണാകുളവും, തിരുവനന്തപുരവും, തൃശൂരും, കോഴിക്കോടുമാണ് അണുബാധിതരുടെ എണ്ണത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോഴും ഈ കണക്കുകൾ സർക്കാർ കേന്ദ്രങ്ങളിൽ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളവ മാത്രമാണ് എന്നതും ഓർക്കേണ്ടതുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.